നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു ചാനൽ, ആ ചാനൽ കേരളത്തിൽ വന്ന അന്നു മുതൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. ആ ചാനലിൻ്റെ പേരാണ് റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ ചാനലിൻ്റെ തുടക്കം മുതൽ തന്നെ ആരാണ് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്നോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. ആരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ പോലും MV നികേഷ് കുമാർ അടക്കം അന്ന് ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല. ആരൊക്കെയോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്നല്ലാതെ കൂടുതൽ വിവരങ്ങളൊട്ട് വെബ്സൈറ്റിൽ ലഭ്യമല്ലായിരുന്നു താനും. ഏതായാലും അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇന്നത്തെ മുതലാളിമാർ, പഴയ കാട്ടുകള്ളന്മാർ, ആൻഡോയും ടീമുകളും അവിടെ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. നേരത്തെയൊക്കെ ആൻഡോ അതിനകത്തുള്ളത് ആരും അറിഞ്ഞില്ല. ഒരുപക്ഷെ വയനാട്ടിലെ മുട്ടിൽ മരമുറി സമയത്ത് ആൻഡോ അവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന തരത്തിൽ പോലും വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ, ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ കണ്ടത് ആൻഡോ മുതലാളി ചാനലിൻ്റെ ഉടമസ്ഥാവകാശം കൈപ്പറ്റുന്നതാണ്. ഉടമസ്ഥാവകാശം കൈപ്പറ്റുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ ആൻഡോ അവിടെ തമ്പടിച്ചിരുന്നു. അന്ന് തന്നെ എല്ലാവരും ആൻഡോ ഇത് വാങ്ങിക്കും എന്ന തരത്തിൽ വാർത്തകൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ഓഹരി അടക്കം നേരെ ആൻഡോയ്ക്ക് നൽകാൻ ഒരു തരത്തിലും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യാൻ ഒരു തരത്തിലുള്ള നിർദ്ദേശവും നൽകാതെ അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് MV നികേഷ് കുമാറിനടക്കം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ യാതൊരു സുരക്ഷാ ക്ലിയറൻസും ഇല്ലാതെ കഴിഞ്ഞ 2 വർഷമായി ഈ ചാനൽ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ടർ TVയുടെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ അടക്കം ഇപ്പോൾ അന്വേഷിക്കാൻ, രേഖകൾ സമർപ്പിക്കാൻ MV നികേഷ് കുമാറിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു കഴിഞ്ഞു. പ്രവർത്തനം ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് ഇല്ലാതെയാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത കാലത്ത് 2020 സാബു ജേക്കബുമായി, കിറ്റെക്സിന്റെ സാബു ജേക്കബുമായി ഇടഞ്ഞതോടെയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. നേരത്തെയും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും EDയും IT ഡിപ്പാർട്ട്മെന്റും ഒക്കെ MV നികേഷ് കുമാറിനെ ചോദ്യം ചെയ്യുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിന്നിരുന്നു. എന്നാൽ പിന്നീട് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുമില്ല. ഇപ്പോൾ ഈ രേഖകൾ, എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് ഇല്ലാതെ ഒരു ചാനൽ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ തീർച്ചയായും അതിൽ അന്വേഷണം ഉണ്ടാകുന്നു. ആ അന്വേഷണം റിപ്പോർട്ടർ ചാനലിനെ പൂട്ടിക്കെട്ടും എന്ന തരത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ടർ TVയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിട്ടുള്ള ദുരൂഹമായ ഇടപാടിൽ ED അന്വേഷണം നടത്തുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ലൈസൻസ് ഇല്ലാതെ ഒരു ചാനൽ എങ്ങനെയാണ് ഇത്രയും കാലം പരസ്യം സ്വീകരിച്ചത്? ഈ ചാനലിന് ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് ഇല്ലാത്ത ചാനൽ മറ്റ് PRD അടക്കമുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്ന് പരസ്യം സ്വീകരിച്ചിട്ടുണ്ടോ? ഈ പണം ഏത് അക്കൗണ്ടിലേക്കാണ് പോയത്? എന്തുകൊണ്ടാണ് ഇവർക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാത്തത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത്ര ധൈര്യത്തോടെ ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് ഇല്ലാതെ ഒരു ചാനൽ കേരളത്തിനുള്ളിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് എന്നും ചർച്ചയാകുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ED അന്വേഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ ക്ലിയറൻസും ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും ഇല്ലാതെയുള്ള നിയമവിരുദ്ധമായ സംപ്രേഷണത്തിന് പണമിറക്കിയവരിലേക്കും അന്വേഷണം തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടമസ്ഥാവകാശം കൈമാറിയതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചാനലിന്റെ ലൈസൻസിയായിരുന്ന MV നികേഷ് കുമാറിനോട് പറഞ്ഞിട്ടുണ്ട്. വാർത്താ വിതരണ വിനിമയ പ്രക്ഷേപണ വകുപ്പും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. 2 മാസത്തെ സമയമാണ് MV നികേഷ് കുമാറിന് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് മനസ്സിലായതോടെ MV നികേഷ് കുമാർ CPMലേക്ക് പോവുകയും, അന്ന് CPMലേക്ക് പോകുന്നതുകൊണ്ട് നികേഷ് കുമാറിന് ഗുണമുണ്ട്. നാളെ നികേഷ് കുമാറിന് പറയാൻ ഒരു കാരണമുണ്ട്, രാഷ്ട്രീയപരമായി തേജോവധം ചെയ്യുകയാണെന്ന്. സാധാരണ എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. എന്ത് തോന്നിവാസം കാണിച്ചാൽ, ഇപ്പം നമ്മൾ കണ്ടില്ലേ, നേരത്തെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എല്ലാവരും, തോമസ് ഐസക് അടക്കമുള്ളവർ പറഞ്ഞത് രാഷ്ട്രീയപരമായി തേജോവധം ചെയ്യുകയാണ് എന്നാണ്. ഏതായാലും ഈ ചാനൽ ആൻഡോ മുതലാളിക്ക് കൈമാറി എന്നാണ് പറയുന്നത്. ഏതായാലും ആൻഡോ മുതലാളിക്ക് കൈമാറാനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അങ്ങനെ കൈമാറരുത് എന്നായിരുന്നു നേരത്തെയുള്ള നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എങ്ങനെയാണ് കൈമാറിയത്, എത്ര രൂപ ഇതുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ആ ഇടപാടുകൾ എങ്ങനെയാണ് നടത്തിയത്, ബ്രോഡ്കാസ്റ്റ് ലൈസൻസും ക്ലിയറൻസും ഇല്ലാത്ത ഒരു ചാനൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും. ഏതായാലും കഴിഞ്ഞ 2 വർഷവും ചാനലിന്റെ പ്രവർത്തനാനുമതി ഇല്ലാതെയായിരുന്നു. ചാനലിന്റെ സാമ്പത്തിക സ്രോതസ് കേന്ദ്രീകരിച്ചാണ് EDയുടെ അന്വേഷണം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ദേശീയ ഏജൻസി പരിശോധിക്കും. കഴിഞ്ഞ ദിവസം ചാനലിന്റെ സുരക്ഷാ ക്ലിയറൻസുമായി പിൻവലിച്ചു എന്ന് ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്ലിയറൻസ് ലൈസൻസുമില്ലാതെ
എങ്ങനെ ചാനൽ പ്രവർത്തിച്ചു, എങ്ങനെയാണ് അനുമതി ലഭിക്കുക, എങ്ങനെ കൈമാറ്റം ചെയ്യാൻ കഴിയും, ഇതെല്ലാം ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമവിരുദ്ധമായാണ് ആന്റോ അഗസ്റ്റിനും സഹോദരങ്ങളുടെയും കയ്യിൽ ലൈസൻസ് എത്തിയത്. ഇതിലും കോടികളുടെ കള്ളപ്പണ ഇടപാട് നടന്നോ എന്ന് ED അന്വേഷിക്കുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടും ED അന്വേഷണം നടക്കും. റിപ്പോർട്ടർ ചാനലിന്റെ സംപ്രേഷണാനുമതി തന്നെ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ ചാനൽ ഉടൻ തന്നെ പ്രവർത്തനം നിർത്തേണ്ടി വരും എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഏതാണ്ട് അതിലേക്കുള്ള സൂചനകളാണ്. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പ്രഥമ ദൃഷ്ട്യാ നോക്കിയാൽ സുരക്ഷാ ക്ലിയറൻസ് ലൈസൻസും ഇല്ലാതെ ഒരു ചാനൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ട്യാ നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ചാനലിന്റെ ലൈസൻസ് പിൻവലിക്കണം, അല്ലെങ്കിൽ ചാനലുമായി ബന്ധപ്പെട്ട ചാനലിന്റെ സംപ്രേഷണാവകാശം തന്നെ നിർത്തിവെക്കണമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.